ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് സത്യസന്ധനായ മരം വെട്ടുകാരന്റെയും ദേവതയുടെയും കഥയാണ്. പണ്ട് പണ്ട് മനോഹരമായ ഒരു ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും കാട്ടിൽ പോയി മരം വെട്ടി അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അവനും കുടുംബവും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്നത്തെയും പോലെ രാമു തന്റെ കോടാലിയുമായി കാട്ടിലേക്ക് മരം മുറിക്കുവാൻ പോയി. അവിടെ നദിയുടെ കരയിൽ നിന്ന ഒരു വലിയ മരം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ വേഗം തന്നെ രാമു മരത്തിൽ ചാടിക്കയറി അതിന്റെ ശിഖരങ്ങൾ മുറിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ അറിയാതെ കോടാലി നദിയിലേക്ക് വീണു. അവൻ വേഗം തന്നെ നദിയിലേക്ക് ചാടിയിറങ്ങി. കോടാലി തിരിഞ്ഞു നോക്കി, പക്ഷെ അവന് കോടാലി കണ്ടെത്താനേ കഴിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവൻ ദുഃഖത്തോടെ നദിയുടെ കരയിലിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ചുറ്റും കാടാകെ ഒരു സ്വർണ്ണ പ്രകാശം പരന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവൻ പേടിച്ചു നിന്നു. അങ്ങനെ ഇരിക്കെ നദിയിൽ നിന്നും ഒരു ദേവത ഉയർന്നു വന്നു. തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ രാമു ദേവതയെ നോക്കി നിന്നു. അവൻ ദേവതയോട് തന്റെ ദുഃഖങ്ങൾ പറഞ്ഞു. ദേവത ഉടൻ തന്നെ നദിയിലേക്ക് മുങ്ങി ഒരു സ്വർണ്ണ കോടാലിയുമായി തിരികെ എത്തി. എന്നിട്ട് ദേവത രാമുവിനോട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? ഇത് തന്റെ കോടാലി അല്ലെന്ന് രാമു ദുഃഖത്തോടെ ദേവതയോട് പറഞ്ഞു. ദേവത വീണ്ടും നദിയിലേക്ക് മുങ്ങി ഒരു വെള്ളി കോടാലിയുമായി തിരികെ എത്തി. ഇതും തന്റെ കോടാലി അല്ലെന്ന് രാമു ദുഃഖത്തോടെ വീണ്ടും പറഞ്ഞു. ദേവത വീണ്ടും നദിയിലേക്ക് മുങ്ങി ഒരു സാധാരണ കോടാലിയുമായി തിരികെ എത്തി. കോടാലി കണ്ടതും സന്തോഷത്തോടെ രാമു ഇത് തന്റേതാണെന്ന് പറഞ്ഞു. രാമുവിന്റെ സത്യസന്ധതയിൽ സന്തുഷ്ടയായ ദേവത 3 കോടാലികളും അവന് സമ്മാനമായി നൽകി. കോടാലിയുമായി രാമു സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. മരം വെട്ടുകാരന് സ്വർണ്ണക്കോടാലി കിട്ടിയ കഥ ഗ്രാമമാകെ പരന്നു. ഇതറിഞ്ഞ മറ്റൊരു മരം വെട്ടുകാരൻ തന്റെ കോടാലി മനഃപൂർവ്വം നദിയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ദുഃഖത്തോടെ ദേവതയെ പ്രതീക്ഷിച്ച് നദിയുടെ കരയിലിരുന്നു. ദേവത പ്രത്യക്ഷപ്പെട്ടു. അവൻ തന്റെ കോടാലി നഷ്ടപ്പെട്ട വിവരം ദേവതയോട് പറഞ്ഞു. ദേവതയുടൻ തന്നെ നദിയിലേക്ക് മുങ്ങി ഒരു സ്വർണ്ണ കോടാലിയുമായി തിരികെ എത്തി. സ്വർണ്ണ കോടാലി കണ്ടതും അത്യാഗ്രഹിയായ മരം വെട്ടുകാരൻ അത് തന്റേതാണെന്ന് ദേവതയോട് പറഞ്ഞു. അത് കേട്ടതും ദേവതയ്ക്ക് മരം വെട്ടുകാരന്റെ അത്യാഗ്രഹം മനസ്സിലായി. പെട്ടെന്ന് തന്നെ ദേവത നദിയിലേക്ക് അപ്രത്യക്ഷയായി. തന്റെ കോടാലി നഷ്ടപ്പെട്ട ദുഃഖത്തിൽ മരം വെട്ടുകാരൻ വീട്ടിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? സത്യസന്ധതയുടെയും അത്യാഗ്രഹത്തിന്റെയും ഫലം തികച്ചും വ്യത്യസ്തമാണ്.